വരാന്തരീസ് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഷബാന. സമ്മപ്പ് സീരീസ് 2023 എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്റർനാഷണൽ റിപ്പോർട്ട്സ് ആൻഡ് ഇൻഡെക്സ് ആയിരുന്നു. 3 പാർട്ടുകൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ 3 ഭാഗങ്ങളായിട്ട് 3 വീഡിയോസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം 4ാമത്തെ പാർട്ട് കാണുക. ഇന്ന് നമ്മൾ അവസാനത്തെയും അതുപോലെ തന്നെ 4ാമത്തെയും പാർട്ടാണ് പോകുന്നത്. ഇതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ റിപ്പോർട്ടുകൾ ഏതൊക്കെയാണ്, അതുപോലെ ഇൻഡെക്സുകൾ ഏതൊക്കെയാണ്, ഏത് ഏജൻസിയാണ്, ഏത് നോഡൽ ഏജൻസിയാണ് അത് പുറത്തുവിട്ടിട്ടുള്ളത്, ഇന്ത്യയുടെ പൊസിഷൻ ഏതാണ്, ഗ്ലോബൽ റാങ്കിങ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ നമ്മുടെ ആദ്യത്തെ റിപ്പോർട്ട് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് സിപ്രി ആനുവൽ അസസ്മെന്റ് ആണ്. സിപ്രി അല്ലെ, സിപ്രി എന്നാണ് പേര്. അപ്പോൾ സിപ്രി എന്ന് പറയുമ്പോൾ അതൊരു അബ്രിവേഷൻ ഫോം ആണ്. അതിന്റെ ഫുൾ ഫോം എന്താണ്, അല്ലെങ്കിൽ അത് ചുരുക്കി എഴുത്തിന്റെ മുഴുവനായിട്ടുള്ള ഫോം എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സിപ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക്ഹോം സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സിപ്രി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സിപ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് എല്ലാ വർഷവും കണക്കെടുക്കുന്ന ഒരു ആനുവൽ റിപ്പോർട്ടാണ്. നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കൺട്രിയിലെയും ഓരോ രാജ്യങ്ങളുടെയും ഈ ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഉണ്ടാവുമല്ലോ. പല രാജ്യങ്ങളുമായിട്ട് ബോർഡർ പങ്കിടുമ്പോൾ പല ഇതുപോലെ തന്നെ വളരെ ടെൻഷൻ നിറഞ്ഞിട്ടുള്ള ബോർഡേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി ന്യൂക്ലിയർ വെപ്പൺസ് അതുപോലെ തന്നെ മിലിറ്ററി വെപ്പൺസ് ഒക്കെ കൈവശം വെക്കുന്നത് എന്താ പറയുക, സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ പല രാജ്യങ്ങളിലെയും ന്യൂക്ലിയർ വെപ്പൺസിന്റെ കണക്കെടുപ്പാണ് ഈ സിപ്രി അല്ലെങ്കിൽ ഈ ഒരു സിപ്രി ആനുവൽ അസസ്മെന്റ് 2023 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പുറത്തുവിടുന്നത് അല്ലെങ്കിൽ ഇറ്റ് ഈസ് റിലീസ്ഡ് ബൈ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതാണ് സിപ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഈ റിപ്പോർട്ട്, അപ്പോൾ റിപ്പോർട്ട് എന്താണെന്ന് മനസ്സിലായി. ഒരു ജസ്റ്റ് ജനറൽ ആയിട്ട് പറയാനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഈ ന്യൂക്ലിയർ വെപ്പൺസിനെ കണക്കെടുക്കുന്നു, ഏത് രാജ്യത്താണ് കൂടുതൽ, അതുപോലെ തന്നെ കഴിഞ്ഞ കണക്കുകളുമായി തൊട്ടു പുറകിലെ വർഷവുമായിട്ടുള്ള കണക്കെടുപ്പുമായിട്ട് ഒരു താരതമ്യം നടത്തുന്നു. ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കാനുള്ളത്. അപ്പോൾ ഈ റിപ്പോർട്ടിന്റെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്, മേജർ ആയിട്ടുള്ള ഫൈൻഡിങ്സിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ജനുവരി 2023 വരെ വേൾഡിൽ എത്ര എത്ര ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ 9,576 ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. 2023 ജനുവരി വരെയുള്ള കണക്കെടുപ്പ് ആ ഒരു കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് പ്രകാരം 9,576 ന്യൂക്ലിയർ വെപ്പൺസ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ രാജ്യത്തിലെ ടോട്ടൽ കണക്കെടുപ്പാണ് അതെന്ന് പറയുന്നത്. ഓക്കെ, അതല്ലാതെ എന്താ പറയുന്നത്, ഇനി ഏറ്റവും കൂടുതൽ ഏത് രാജ്യത്തിന്റെ കയ്യിലാണ് ഉള്ളത്, അല്ലെങ്കിൽ താരതമ്യം ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇൻക്രീസ് എവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചൈനാസ് ന്യൂക്ലിയർ ആർസണൽ ഇൻക്രീസ്ഡ് ഫ്രം 350 വാർഹെഡ്സ് ഇൻ ജനുവരി 2022 ടു 410. അതായത് ചൈനയുടെ ന്യൂക്ലിയർ വെപ്പൺസ് അല്ലെങ്കിൽ മിലിറ്ററിയുടെ കൈവശമുള്ള ഈ ന്യൂക്ലിയർ വെപ്പൺസിന്റെ കണക്കെടുപ്പ് നോക്കുകയാണെങ്കിൽ 2022 ജനുവരി അല്ലെങ്കിൽ കഴിഞ്ഞ തൊട്ട് മുമ്പേ വർഷത്തെ റിപ്പോർട്ട് പ്രകാരം 350 വാർഹെഡ്സ് ആണ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 2023 എത്തുമ്പോഴേക്കും അത് എത്ര ഇൻക്രീസ് ആയിട്ടുണ്ട്? 60, ഏകദേശം 60ഓളം വാർഹെഡ്സ് ഇൻക്രീസ് ആയിട്ട് 410 എന്ന് പറയുന്ന ഒരു കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോരോ കൺട്രിയുടെ നമ്മൾ നോക്കും. ആദ്യം ചെയ്യേണ്ടത് ചൈനയുടെ 2022 കണക്കെന്ന് പറയുന്നത് 350 ആയിരുന്നു. ഇപ്പോൾ അത് 2023 ഒരു നെക്സ്റ്റ് കോളം എന്നുള്ള രീതിയിൽ എന്തായി 410 എന്ന് പറയുന്ന നമ്പറിലേക്ക് അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ടോട്ടൽ ആയിട്ടുള്ള ഗ്ലോബൽ കണക്കെടുപ്പ്, അല്ലെങ്കിൽ ഗ്ലോബൽ ആയിട്ട് എത്ര ന്യൂക്ലിയർ വെപ്പൺസ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ അതും നിങ്ങൾ നോട്ട് ചെയ്യണം, 9,576. അപ്പോൾ ഈ 2 പോയിന്റ് ആണ് ഇവിടെ പറയാനുള്ളത്. ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ റിപ്പോർട്ട് പറയുന്നുണ്ട്, ഇന്ത്യയുടെ കണക്ക്. അപ്പോൾ ഇന്ത്യ വാസ് എസ്റ്റിമേറ്റഡ് ടു ഹാവ് എ ഗ്രോയിങ് സ്റ്റോക്ക് പൈൽ ഓഫ് about 164 ന്യൂക്ലിയർ വെപ്പൺസ് അല്ലെ, 164 ന്യൂക്ലിയർ വെപ്പൺസ്. നമ്മൾ കഴിഞ്ഞ വർഷം 160 ആയിരുന്നു നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. 2022 160 ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടായിരുന്നെങ്കിൽ 2023 കണക്ക് വരുമ്പോൾ 164 എന്നുള്ള രീതിയിലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 4ഓളം ഇൻക്രീസ്. ചൈനയുടെ ഏകദേശം 60ഓളം ഇൻക്രീസ് ആയിരുന്നു അല്ലെ, 350 നിന്നും 410 ഒരു ഇൻക്രിമെന്റ് ആണ് നമ്മൾ കണ്ടത്. ഇന്ത്യയുടെ കണക്ക് വരുന്ന സമയത്ത് 2022 160 ആയിരുന്നു, ഇപ്പോൾ അത് 164 ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നെയ്ബറിംഗ് കൺട്രീസ് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കൺട്രീസിന്റെ ലിസ്റ്റുകൾ നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ പൊസസ്ഡ് അപ്രോക്സിമേറ്റ്ലി 170 ന്യൂക്ലിയർ വാർഹെഡ്സ് ആസ് ഓഫ് ജനുവരി 2022. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിന്റെ കണക്ക് പറയുന്ന സമയത്ത് 170 വാർഹെഡ്സ് അല്ലെ, 170 വാർഹെഡ്സ് ഉണ്ടായിരുന്നു. ഇനി അപ്പോഴോ 165 ഫ്രം ദി പ്രീവിയസ് ഇയർ, അതായത് 165 നിന്നും 170 ഒരു ഇൻക്രിമെന്റ് ആണ് കണ്ടത്. അപ്പോൾ ഇന്ത്യയുടെ കണക്കെടുക്കുന്ന സമയത്ത് എന്താ നമ്മൾ കണ്ടത്? 160 നിന്നും 164 ഒരു ഇൻക്രിമെന്റ് കണ്ടു. പാക്കിന്റെ കണക്കെടുക്കുന്ന സമയത്ത് 165 നിന്നും 170 ഒരു ഇൻക്രിമെന്റ് കണ്ടു. ചൈനയോ
ചൈനയിൽ നമ്മൾ എന്താ വേണ്ടേ 350 ആയിരുന്നു 2022, അത് 410 എന്ന് പറയുന്ന നമ്പറിലേക്കുള്ള ഒരു ഇൻക്രിമെന്റ് ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ 3 കൺട്രീസ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇനി അതല്ലാതെ ഏതൊക്കെയാണ് ന്യൂക്ലിയർ ആംഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? 3 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ന്യൂക്ലിയർ ആംഡ് സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ കൺട്രീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മേ ബി ഓപ്ഷൻസ് തന്നിട്ട് അതിൽ ഇത് ഈ ലിസ്റ്റിൽ പെടാത്തത് അല്ലെങ്കിൽ ന്യൂക്ലിയർ ആംഡ് സ്റ്റേറ്റുകൾ അല്ലാത്ത സ്റ്റേറ്റ് ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ആൻസർ മാർക്ക് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. സോ ഏതൊക്കെയാണ് ആ 9 ന്യൂക്ലിയർ ആംഡ് സ്റ്റേറ്റുകൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പൊസിഷൻ നമുക്കറിയാം അമേരിക്ക അല്ലെ, US, അതുപോലെ തന്നെ റഷ്യ, ഒബ്വിയസ്ലി റഷ്യ ഉണ്ടാവും അല്ലെ, ബ്രിട്ടൻ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ആലോചിക്കുക മേജറായിട്ട് യുദ്ധങ്ങളൊക്കെ എവിടെയൊക്കെ നടന്നതെന്നുള്ളത് അമേരിക്കയുടെ കയ്യിൽ എന്തായാലും ഉണ്ടായിരിക്കും. റഷ്യ ഉക്രൈൻ വാറൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പൊ റഷ്യ, അതുപോലെ തന്നെ ബ്രിട്ടൻ, ഫ്രാൻസ്, നോർത്ത് കൊറിയ ആൻഡ് ഓൾസോ ഇസ്രായേൽ. നോർത്ത് കൊറിയ അതേപോലെ ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. നോർത്ത് കൊറിയ. അപ്പോൾ ഈ 9 രാജ്യങ്ങളുടെ ലിസ്റ്റുകൾ നിങ്ങൾ ഓർത്തു വെക്കണം. ഏതൊക്കെയാണ്? അമേരിക്ക, US ആൻഡ് UK, അതങ്ങനെ ഓർത്തു വെക്കുക. റഷ്യ അല്ലെ, റഷ്യ ഉക്രൈൻ വാർ, സോ റഷ്യ. അതുപോലെ തന്നെ ഇസ്രായേൽ പലസ്തീൻ വാർ. അതുപോലെ ഇപ്പോൾ ഈ 3 കൺട്രീസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഇന്ത്യ, ചൈന ആൻഡ് പാകിസ്ഥാൻ, അതുപോലെ നോർത്ത് കൊറിയ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് 9 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 9 ന്യൂക്ലിയർ വാർഹെഡ്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ആംഡ് സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 9 സ്റ്റേറ്റുകളുടെ പേരാണ് അല്ലെങ്കിൽ 9 കൺട്രികളുടെ പേരാണ് നിങ്ങൾ പറയേണ്ടത്. ഇനി അടുത്തത് എന്താ? ഡിപ്ലോയ്ഡ് ന്യൂക്ലിയർ വാർഹെഡ്സ്. അവരുടെ ഒരു ഏറ്റവും കൂടുതൽ എണ്ണങ്ങളുടെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഓർഡറാ, ഏത് സീരീസാ ഏറ്റവും കൂടുതൽ നിന്നും കുറഞ്ഞതിലേക്കുള്ള ഒരു നമ്മളൊന്ന് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. അമേരിക്ക, അതുപോലെ തന്നെ അതിനുശേഷമാണ് റഷ്യ വരുന്നത്, അതിനുശേഷം ഫ്രാൻസ്, ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ബ്രിട്ടൻ. അപ്പോൾ UK. ഈ 4 കൺട്രീസിന്റെ ആ ഒരു ഇൻക്രിമെന്റ് ഓർഡർ അല്ലെങ്കിൽ ഇൻക്രീസിംഗ് ഓർഡർ കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഡിപ്ലോയ്ഡ് വാർഹെഡ്സിന്റെ അല്ലെങ്കിൽ ന്യൂക്ലിയർ വാർഹെഡ്സ്, ഡിപ്ലോയ്ഡ് ന്യൂക്ലിയർ വാർഹെഡ്സിന്റെ ഒരു ഇൻക്രിമെന്റ് ഓർഡർ ആണ് ഈ തന്നിരിക്കുന്നത്. ഏതൊക്കെയാ? അമേരിക്ക, റഷ്യ, അതുപോലെ ഫ്രാൻസ്, അത് കഴിഞ്ഞിട്ട് ബ്രിട്ടൻ, UK. അപ്പൊ ഈ 4 രാജ്യങ്ങളുടെ ഓർഡർ കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളുടെ ഒരു സമ്മറി ആയിട്ടാണ് ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം എന്തൊക്കെയാണുള്ളത്. ചൈന, പാക് ആൻഡ് ഇന്ത്യ ഓൾസോ ആഡ് നമ്പേഴ്സ്. ഓക്കെ, ഇനി അടുത്തെന്താ പറയുന്നത്? 9 ന്യൂക്ലിയർ ആംഡ് സ്റ്റേറ്റ്സ് നമ്മൾ ഏതൊക്കെയാണെന്ന് ഓൾറെഡി നോക്കി കഴിഞ്ഞു അല്ലെ. അമേരിക്ക, ഏതൊക്കെയായിരുന്നു? US, റഷ്യ, യുണൈറ്റഡ് കിങ്ഡം, UK, അതുപോലെ ഫ്രാൻസ്, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, നോർത്ത് കൊറിയ ആൻഡ് ഇസ്രായേൽ ഓൾറെഡി നോക്കിയതാണ്. അതുപോലെ തന്നെ ടോട്ടൽ എത്ര ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ടെന്നാ പറഞ്ഞത്? റിപ്പോർട്ട് പ്രകാരം 9576 ന്യൂക്ലിയർ വാർഹെഡ്സ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ചൈനയുടെയും കണക്ക് നമ്മൾ നോക്കിയിരുന്നു കഴിഞ്ഞ വർഷത്തിൽ നിന്നും എത്ര ഇൻക്രിമെന്റ് നടന്നു എന്നുള്ളത്. അപ്പൊ 350 നിന്നും 410 ചൈനയുടെ ന്യൂക്ലിയർ വാർഹെഡ്സ് അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ന്യൂക്ലിയർ വെപ്പൺസിന്റെ എണ്ണത്തിന്റെ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാകിസ്ഥാൻ നെയ്ബറിംഗ് കൺട്രി ആയിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ബോർഡർ അല്ലെ ഇഷ്യൂസ് വരുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന 2 കൺട്രീസിന്റെ ലിസ്റ്റുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ചൈന ആൻഡ് പാകിസ്ഥാൻ. അപ്പൊ പാകിസ്ഥാനിൽ നോക്കുന്ന സമയത്ത് 165 നിന്നും 170 ഒരു ഇൻക്രിമെന്റ്, ഇന്ത്യ നോക്കുന്ന സമയത്ത് 160 to 164. അപ്പൊ ഇതാണ് ഒരു ജസ്റ്റ് ഒരു സമ്മറി അല്ലെങ്കിൽ റീക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പോയിന്റുകളും ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് രണ്ടാമത്തെ റിപ്പോർട്ടിലേക്ക് പോകുന്ന സമയത്ത് അത് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ആണ്. 2023 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. അപ്പൊ ജെൻഡർ ഗ്യാപ്പ് ആ പേരിൽ തന്നെയുണ്ട്, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. അപ്പം ഓരോ സെക്ടറുകളിലും നമ്മുടെ രാജ്യത്തിന്റെ വളരെ ഇതുപോലെ തന്നെ വികസനത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏകദേശം എല്ലാ നമ്മളൊരു സമൂഹമാവുന്ന സമയത്ത് ഒത്തിരി സെക്ടറുകൾ വരുന്നുണ്ട്. അപ്പൊ എല്ലാ സെക്ടറുകളിലും ഇപ്പോൾ ഹെൽത്ത് സെക്ടർ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സെക്ടർ അല്ലെ, വർക്ക് പ്ലേസ്, ബിസിനസ് സെക്ടർ, അങ്ങനെ പല സെക്ടറുകളിലും ഈ മെയിൽ ഫീമെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഈസ് ടു മെയിൽ എന്ന് പറയുന്നതിന്റെ റേഷ്യോ അല്ലെ, എത്ര അനുപാതികമായിട്ടാണ് ആളുകൾ ഉള്ളത് എന്നുള്ള ഒരു റേഷ്യോ വരുന്നില്ലേ. അപ്പോൾ എത്രത്തോളം ഒരു പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ട്, ഇത്ര മെയിലുകൾക്ക് അനുപാതികമായിട്ട് എത്ര ഫീമെയിലുകൾ ആ ഒരു വർക്ക് പ്ലേസ് എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സെക്ടറിൽ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സെക്ടറിൽ അങ്ങനെ മറ്റു പല മേഖലകളിലും എത്രത്തോളം ആളുകൾ ആനുപാതികമായിട്ട് ഉണ്ട് എന്നുള്ള ആ ഒരു കണക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു കണക്കെടുപ്പിനെ ഓരോ രാജ്യങ്ങളിലും എത്രത്തോളം അത് ഈക്വലി ഫില്ല് ചെയ്യുന്നുണ്ട്. 50:50 എന്നുള്ള റേഷ്യോയിലല്ല, പക്ഷെ എങ്കിൽ കൂടെ ഇതേപോലെ എന്താ പറയാ എത്രത്തോളം ഈ ആനുപാതികമായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഒരു ജെൻഡർ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഓരോ കൺട്രികൾക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2023 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി എന്താ അടുത്തത്? അപ്പൊ എന്താണെന്നുള്ളത് മനസ്സിലായി, ഈ ഇൻഡെക്സ് എന്താണെന്നുള്ളത് മനസ്സിലായി, ഓക്കെ, തിയറി മനസ്സിലായി. ഇനി ആരാണ് ഇത് പുറത്തുവിടുന്നത്? റിലീസ് ചെയ്യുന്ന നോഡൽ ഏജൻസി എന്ന് പറയുന്നത് വേൾഡ് എക്കോണമിക് ഫോറം ആണ്. നമുക്കറിയാം WEF.
വേൾഡ് എക്കോണമിക് ഫോറം സിൻസ് 2006. അപ്പൊ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത വർഷം ചോദിക്കുകയാണെങ്കിൽ 2006 ആണ്. 2006 മുതലാണ് ഈ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2023 പുറത്തുവിടാൻ തുടങ്ങിയിട്ടുള്ളത്. ആരായിരുന്നു നോഡൽ ഏജൻസി എന്ന് പറയുന്നത്? വേൾഡ് എക്കോണമിക് ഫോറം ആണ്, WEF. ഇനി എന്തൊക്കെയാ? ഇനി ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് മെഷേഴ്സ് ജെൻഡർ പാരിറ്റി ഇൻ 146 കൺട്രീസ് അക്രോസ് 4 ഏരിയാസ്. അപ്പോൾ പ്രധാനമായിട്ടും 146 രാജ്യങ്ങളിലെ ജെൻഡർ പാരിറ്റി, പാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ജെൻഡർ പാരിറ്റി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഈ ജെൻഡർ പാരിറ്റി ഇൻ ടേംസ് ഓഫ് അല്ലെങ്കിൽ ഏതൊക്കെ 4 സെക്ടറുകളിലാണ് മെയിൻ ആയിട്ടുള്ള 4 ഡൊമൈൻസ് നമ്മൾ ചൂസ് ചെയ്തിട്ട് ആ 4 ഡൊമൈൻസിലുള്ള ജെൻഡർ പാരിറ്റിയുടെ ഡിഫറൻസുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ജെൻഡർ പാരിറ്റിയുടെ ആ ഒരു ഇൻഡെക്സ് സ്കോർ വരുമല്ലോ, അത് എത്രയാണെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് 4 സെക്ടർ എന്ന് ചോദിക്കുകയാണെങ്കിൽ എക്കോണമിക് പാർട്ടിസിപ്പേഷൻ. നോക്കിയേ, എക്കോണമിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്? എക്കോണമിക് പാർട്ടിസിപ്പേഷൻ അല്ലെ, ഒരു രാജ്യത്തിന്റെ എക്കോണമിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മാത്രം, അല്ലെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ അല്ലെ, ഇന്നോവേഷൻ ഇൻഡെക്സ് ഒക്കെ നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞതാണത്. അപ്പോൾ എത്രത്തോളം ആ ഒരു എക്കോണമിക് പാർട്ടിസിപ്പേഷൻ കോൺട്രിബ്യൂഷൻ മെയിൽ, അത് എത്രത്തോളം മെയിലുകൾ ഉണ്ട്, അതിന് അനുപാതികമായിട്ട് എത്രത്തോളം ഫീമെയിൽസ് ഇതേപോലെ ഓരോ ജെൻഡർ എക്കോണമിക് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ എക്കോണമിക് പാർട്ടിസിപ്പേഷനിൽ എത്രത്തോളം ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ഡൊമൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ അറ്റൈൻമെന്റ്, എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, വിദ്യാഭ്യാസം എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖല. അപ്പോൾ എഡ്യൂക്കേഷണൽ അറ്റൈൻമെന്റിൽ എത്രത്തോളം ഇതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് സർവൈവൽ സെക്ടർ അല്ലെ, ഇതുപോലെ തന്നെ ഹെൽത്ത് സെക്ടറുകൾ, ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ട് വരുന്ന മറ്റ് ഇതുപോലെ തന്നെ എന്താ പറയുക, ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ തന്നെ ഹോസ്പിറ്റൽ സെക്ടറുകളും ബാക്കി മെഡിക്കൽ ഫീൽഡിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർഗനൈസേഷൻസിലൊക്കെ എത്രത്തോളം ഫീമെയിൽസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ സെക്ടർ എന്ന് പറയുന്നത്. നാലാമത്തേത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പൊളിറ്റിക്കൽ എംപവർമെന്റ് അല്ലെ. പൊളിറ്റിക്കൽ, നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ പാർലമെന്റുകൾ അല്ലെങ്കിൽ ഇതുപോലെ നീതിന്യായ നിർമ്മാണ സഭകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അവിടെയൊക്കെ എത്രത്തോളം മെയിൽസിന് അനുപാതികമായിട്ട് എത്രത്തോളം ഫീമെയിൽസ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 4 മേജർ ആയിട്ടുള്ള ഡൊമൈൻസിലുള്ള ജെൻഡർ പാരിറ്റി ആണ് നമ്മൾ ഈ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2023 ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത്. ഇനി ഞാനൊരു ടേം ഉപയോഗിച്ചിരുന്നു, ജെൻഡർ പാരിറ്റി അല്ലെ. ജെൻഡർ പാരിറ്റി എന്താണെന്ന് അപ്പൊ നമ്മൾ അത് അറിഞ്ഞിരിക്കണം. എന്താണ്? അപ്പൊ അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി അത് കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് കൺസേൺസ് റിലേറ്റീവ് ഇക്വാലിറ്റി ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് ആൻഡ് പ്രൊപ്പോർഷൻസ് ഓഫ് വുമൻ ആൻഡ് മെൻ അല്ലെ. ഈ പറഞ്ഞ പോലെ തന്നെ അപ്പൊ നമ്മൾ ഓൾറെഡി അറിയുന്ന ഒരു കാര്യത്തിന് ഒരു ഫാൻസി നെയിം കൊടുത്തുന്നുള്ളൂ, ജെൻഡർ പാരിറ്റി എന്ന് പറയുന്നത് അല്ലെ. എന്താണുള്ളത്? ഇക്വാലിറ്റി, റിലേറ്റീവ് ഇക്വാലിറ്റി ആണ്. മെയിലിനനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എത്രത്തോളം ഫീമെയിൽസ് അല്ലെങ്കിൽ ഓരോ സ്കൂളിലെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ബോയ്സിന് എത്രത്തോളം ആനുപാതികമായിട്ട് ഗേൾസ് ഉണ്ട്, അങ്ങനെ തുടങ്ങിയ കണക്കെടുപ്പാണ് ഈ ജെൻഡർ പാരിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇസ് ഓഫൺ കാൽക്കുലേറ്റഡ് ആസ് ദി റേഷ്യോ ഓഫ് ഫീമെയിൽ ടു മെയിൽ വാല്യൂസ് ഫോർ എ ഗിവൺ ഇൻഡിക്കേറ്റർ. അപ്പോൾ ഒരു പ്രത്യേക പാരാമീറ്റർ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇൻഡിക്കേറ്റർ, ഈ പറഞ്ഞ പോലെ തന്നെ ഹെൽത്ത് സെക്ടർ, എഡ്യൂക്കേഷണൽ സെക്ടർ, പൊളിറ്റിക്കൽ സെക്ടർ അല്ലെ, അങ്ങനെ ഒരു പ്രത്യേക ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഒരു പ്രത്യേക മേഖലകളിൽ ഇതുപോലെ തന്നെ ഫീമെയിൽ ടു മെയിൽ റേഷ്യോ കണക്കാക്കുന്നതിനെയാണ് ഈ ജെൻഡർ പാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജെൻഡർ പാരിറ്റിയുടെ കണക്കെടുപ്പാണ് ഈ മേജർ ആയിട്ട് നമ്മൾ പറഞ്ഞ 4 ഡൊമൈൻസിലെ ഈ ജെൻഡർ പാരിറ്റി കണക്കെടുപ്പാണ് നമ്മൾ ഈ പറയുന്ന ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2023 എന്ന് പറയുന്നത്. അപ്പോൾ തിയറി മനസ്സിലായി, ആരാണ് ഇത് റിലീസ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇനി നമുക്ക് നമ്മുടെ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള റിപ്പോർട്ട് എന്താ ഡിസ്കസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. 2023 കണക്ക്. അപ്പോൾ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ഹൈലൈറ്റ്സ് ഓഫ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2023 എന്തൊക്കെയാ? നമ്മൾ ഇന്ത്യയുടെ പൊസിഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം, നമ്മുടെ കൺട്രിയാണ്. അപ്പോൾ ഇന്ത്യ വാസ് റാങ്ക്ഡ് അറ്റ് 127 ഔട്ട് ഓഫ് 146 കൺട്രീസ്. നമ്മൾ പറഞ്ഞു 146 കൺട്രീസിന്റെ കണക്കെടുപ്പാണ് നമ്മൾ നടത്തിയത്. ആ 146 കൺട്രീസിൽ 127ാമത്തെ പൊസിഷനാണ് നമ്മുടെ ഇന്ത്യ ഓക്യുപ്പൈ ചെയ്യുന്നത് അല്ലെ, ഇൻ ടേംസ് ഓഫ് ജെൻഡർ പാരിറ്റി. ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് 8 പ്ലേസസ് ഫ്രം ലാസ്റ്റ് ഇയർ. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ 2022 പൊസിഷനിൽ നിന്നും 8 വർഷത്തെ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ആ ഇംപ്രൂവ്മെന്റോട് കൂടിയാണ് നമ്മൾ 127 എത്തിയിട്ടുള്ളൂ. അപ്പോഴും നമ്മൾ ഒത്തിരി പുറകിൽ തന്നെയാണ്. 127 ഔട്ട് ഓഫ് 146 കൺട്രീസ് അല്ലെ. ജെൻഡർ പാരിറ്റിയുടെ കേസിൽ 146 കൺട്രീസിന്റെ കണക്കെടുക്കുന്ന സമയത്ത് 127ാമത്തെ പൊസിഷൻ. അപ്പൊ കഴിഞ്ഞ വർഷത്തെക്കാളും 8 പൊസിഷൻ ഇംപ്രൂവ് ചെയ്തിട്ടാണ് 127 എത്തിയിട്ടുള്ളൂ. ഇനി എന്താ പറയുന്നത്? ഇന്ത്യ ഹാഡ് ക്ലോസ്ഡ് 64.3% ഓഫ് ദി ഓവറോൾ ജെൻഡർ ഗ്യാപ്പ്. അപ്പോൾ ഏകദേശം നമ്മൾ മൊത്തം എല്ലാ സെക്ടറുകളിലെയും ജെൻഡർ ഗ്യാപ്പുകൾ എടുക്കുന്ന സമയത്ത് ഏകദേശം 64.3% ജെൻഡർ ഗ്യാപ്പുകളോളം നമ്മൾ നികത്തി കഴിഞ്ഞു, അല്ലെങ്കിൽ അതിങ്ങനെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത്, കണക്കെടുപ്പ് പറയുന്നത്. ഇനിയോ, ഇന്ത്യ ഹാഡ് റീച്ച്ഡ് ഓൺലി 36.7% പാരിറ്റി ഓൺ എക്കോണമിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 4 മെയിൻ ആയിട്ടുള്ള ഡൊമൈൻസ് പറഞ്ഞിരുന്നല്ലോ, എഡ്യൂക്കേഷൻ, പൊളിറ്റിക്കൽ അല്ലെ, ഹെൽത്ത് സെക്ടർ, അതുപോലെ തന്നെ എക്കോണമിക് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ എക്കോണമിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സെക്ടർ എടുക്കുന്ന സമയത്ത് ആ ഒരു സെക്ടറിൽ മാത്രം ഏകദേശം 36.7% മാത്രമേ നമുക്ക് ജെൻഡർ പാരിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. 36.7%.
അപ്പൊ ഈ എടുത്തിരിക്കുന്ന 4 ഡൊമൈനിൽ ഈ ഡൊമൈനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയുടെ കേസിൽ വീക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ഡൊമൈൻ എന്ന് പറയുന്നത്. ഇനി എന്താ, ഓൺ പൊളിറ്റിക്കൽ എംപവർമെന്റ് എടുക്കുന്ന സമയത്ത് എന്താ, ഇന്ത്യ ഹാസ് രജിസ്റ്റേർഡ് 25.3% പാരിറ്റി വിത്ത് വുമൺ റെപ്രസെന്റിംഗ് 15.1% ഓഫ് പാർലമെന്റേറിയൻസ്. അതായത് എന്താ, ഈ ജെൻഡർ പാരിറ്റി അല്ലെ, അതായത് നമ്മുടെ പൊളിറ്റിക്കൽ സെക്ടർ എടുക്കുന്ന സമയത്ത് ഓരോ ഡൊമൈൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ പൊളിറ്റിക്കൽ എംപവർമെന്റ് എന്ന് പറയുന്ന ഒരു സെക്ടർ എടുക്കുന്ന സമയത്ത് 25.3% പാരിറ്റി മാത്രമേ, അല്ലെങ്കിൽ ജെൻഡർ പാരിറ്റി മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നമ്മുടെ പാർലമെന്റേറിയൻസ് അല്ലെങ്കിൽ എംപിമാരുടെ ഒക്കെ കണക്കെടുക്കുന്ന സമയത്ത് ഏകദേശം 15.1% ഫീമെയിൽസ് മാത്രമേ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. 15.1%. അപ്പൊ അത് വളരെ കുറവായിട്ടുള്ള ഒരു നമ്പറാണ് 15.1% എന്ന് പറയുമ്പോൾ. അപ്പൊ അത്രയും മാത്രമേ നമ്മുടെ ഇന്ത്യക്ക് ഈ ഒരു സെക്ടറിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, പൊളിറ്റിക്കൽ എംപവർമെന്റ് എന്ന് പറയുന്ന സെക്ടറിൽ. പക്ഷേ എന്താ, നമ്മൾ ആദ്യമായിട്ട് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് 2006 പറഞ്ഞിരുന്നു. അപ്പൊ 2006 മുതലുള്ള നമ്മുടെ ഇന്ത്യയുടെ കണക്ക് ഇതുപോലെ 4 സെക്ടറുകളിൽ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഈ പൊളിറ്റിക്കൽ എംപവർമെന്റ് എന്ന് പറയുന്ന ഈ കണക്കെടുപ്പ്, അല്ലെങ്കിൽ ഈ 2023 പൊളിറ്റിക്കൽ എംപവർമെന്റിൽ ഇന്ത്യയുടെ സ്കോർ അല്ലെ 25.3% ഓവറോൾ ഉണ്ട്, അതുപോലെ തന്നെ 15.1% ഉണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് 2006 റിപ്പോർട്ട് വരെ തൊട്ട് ഇതുവരെയുള്ള റിപ്പോർട്ട് കണക്കെടുക്കുന്ന സമയത്ത് ഹൈ ആയിട്ടുള്ള ഒരു നമ്പറാണ്. പക്ഷേ ഈവൻ ദോ അത് ഹൈ ആണെങ്കിലും ബാക്കിയുള്ള കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിൽ ഒത്തിരി പുറകിലാണ്. അപ്പൊ അതാണ് ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താ, ബാക്കി കൺട്രീസിന്റെ അല്ലെ നമ്മുടെ നെയ്ബറിംഗ് കൺട്രീസ് അല്ലെങ്കിൽ ടോപ്പ് ചെയ്തിരിക്കുന്നത് ആരാ എന്നുള്ളത് നമുക്ക് നോക്കണം. സോ ദ ഇൻഡെക്സ് റാങ്ക്ഡ് ഇന്ത്യസ് നെയ്ബേഴ്സ് പാകിസ്ഥാൻ അറ്റ് 142. അപ്പൊ 146ൽ 142 പൊസിഷൻ ആണ്, 142nd അല്ലെ പാകിസ്ഥാൻ ഒക്യുപ്പൈ ചെയ്യുന്നത്, 142 പൊസിഷൻ. ബംഗ്ലാദേശ് നമ്മുടെ തൊട്ടടുത്തുള്ള ബംഗ്ലാദേശ് ആണെങ്കിൽ അത് 59 പൊസിഷനാ, 59. ചൈന 107 പൊസിഷൻ, നേപ്പാൾ 116 പൊസിഷൻ, ശ്രീലങ്ക 115 ആൻഡ് ഓൾസോ ഭൂട്ടാൻ അറ്റ് 103 അല്ലെ. അപ്പൊ ബംഗ്ലാദേശ് വളരെ മുന്നില, 59th പൊസിഷൻ ആണ്. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഏറ്റവും പുറകില, 142nd പൊസിഷൻ. ചൈന 107ാമതാണ്, നേപ്പാൾ അതുപോലെ 116, ശ്രീലങ്ക 115, ഓൾസോ ഭൂട്ടാൻ എന്ന് പറയുന്നത് 103ാമത്തെ പൊസിഷനിലാണ്. അപ്പൊ നെയ്ബറിംഗ് കൺട്രീസിന്റെ പൊസിഷൻ കൂടെ ഇന്ത്യയുടെ പൊസിഷൻ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി എന്താ, ഏറ്റവും ടോപ്പ് ചെയ്തിരിക്കുന്നത്, ഇൻഡെക്സിൽ ടോപ്പ് ചെയ്തിരിക്കുന്നത് ഏത് കൺട്രി ആണെന്ന് ചോദിച്ചാൽ അതാരാ, ഐസ്ലാൻഡ് ആണ്. ഓക്കെ, ഐസ്ലാൻഡ്. So Iceland is the most gender equal country in the world. അപ്പൊ വേൾഡിൽ ഏറ്റവും കൂടുതൽ ജെൻഡർ ഇക്വാളിറ്റി പറയുകയാണെങ്കിൽ എല്ലാ സെക്ടറുകളിലെയും, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന 4 ഡൊമൈൻസ് എടുക്കുകയാണെങ്കിൽ ആ 4 ഡൊമൈൻസിലെയും ജെൻഡർ ഇക്വാളിറ്റി നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മോസ്റ്റ് ജെൻഡർ ഈക്വൽ കൺട്രി ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ഐസ്ലാൻഡ് ആണ്. അതുപോലെ തന്നെ അത് എത്രാമതാണ്, 14ാമത് കോൺസിക്യൂട്ടീവ് ഇയർ, അതായത് ഇത്രയും വർഷം അല്ലെ 14 വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഐസ്ലാൻഡ് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടിൽ ടോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ 14th കോൺസിക്യൂട്ടീവ് ഇയർ ആൻഡ് ഓൺലി വൺ ടു ഹാവ് ക്ലോസ്ഡ് മോർ ദാൻ 90% ഓഫ് ഇറ്റ്സ് ജെൻഡർ ഗ്യാപ്പ്. അപ്പൊ ഏകദേശം 90% ജെൻഡർ ഗ്യാപ്പുകൾ ഓരോ സെക്ടറുകളിലും നികത്തി എന്നാ, ഓൾറെഡി നികത്തി കഴിഞ്ഞു. അതായത് ഓൾമോസ്റ്റ് ഈക്വൽ എന്നുള്ള ലെവൽ എത്തിയിട്ടുണ്ടെന്നാണ് ഈ ഒരു കണക്ക് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് മൂന്നാമത്തെ ദ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് 2023. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം. സ്റ്റാർട്ടപ്പുകൾ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ദ റിപ്പോർട്ട് ഹാസ് ബീൻ റിലീസ്ഡ് ബൈ സ്റ്റാർട്ടപ്പ് ജീനോം. അപ്പോൾ ആരാണ് റിലീസ് ചെയ്യുന്നത്? അപ്പോൾ ഓരോ ഇൻഡെക്സുകളും റിപ്പോർട്ടുകളും റിലീസ് ചെയ്യുന്ന നോഡൽ ഏജൻസി ഏതാണെന്നുള്ള, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഏതാണെന്ന് ഉള്ളത് ഇമ്പോർട്ടൻ്റ്, അത് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ റിലീസ്ഡ് ബൈ സ്റ്റാർട്ടപ്പ് ജീനോം. സ്റ്റാർട്ടപ്പ് ജീനോം എന്ന് പറയുന്നത് എന്താ? എ പോളിസി അഡ്വൈസറി ആൻഡ് റിസർച്ച് ഓർഗനൈസേഷൻ. ഒരു റിസർച്ച് ഓർഗനൈസേഷനാ, പോളിസി അഡ്വൈസറി ആൻഡ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ് സ്റ്റാർട്ടപ്പ് ജീനോം എന്ന് പറയുന്നത്. ഇനി എന്താ? ദ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് 2023 is an in-depth analysis of startup ecosystems worldwide. അപ്പോൾ ലോകത്തിലെ മൊത്തം കൺട്രീസുകളിലെ മൊത്തം സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം കണക്കെടുത്തുകൊണ്ട് ഏത് രാജ്യമാണ് കൂടുതൽ സ്റ്റാർട്ടപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ, ഇപ്പൊ നമ്മൾ ഇന്നോവേറ്റീവ് ഇൻഡെക്സ് പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്, അതേപോലെ തന്നെ കൂടുതൽ സ്റ്റാർട്ടപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്ന കൺട്രികൾ ഏതൊക്കെയാണെന്നുള്ള ഒരു കണക്കെടുപ്പാണ് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് 2023 പറയുന്നത്. ഇനി ഇതിൽ മെയിൻ ആയിട്ടുള്ള ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പഠിക്കാൻ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് 3 പൊസിഷൻസ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന സിറ്റികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. ഏതൊക്കെയാ? സിലിക്കൺ വാലി ഫസ്റ്റ് പൊസിഷൻ, സിലിക്കൺ വാലി. സെക്കൻഡ് ന്യൂയോർക്ക് സിറ്റി ആൻഡ് ലണ്ടൻ. മൂന്നാമത്തെ പൊസിഷൻ ഏതാ? ലണ്ടൻ ആണ് മൂന്നാമത്തെ പൊസിഷൻ. മെയിൻറ്റെയിൻ ദ ടോപ്പ് പൊസിഷൻസ് ഇൻ ദി ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റാങ്കിങ്സ്. അപ്പോൾ ഈ മെയിൻറ്റെയിൻ ചെയ്തു, അത് കഴിഞ്ഞ വർഷം ഇവർ തന്നെയായിരുന്നു. സോ സിലിക്കൺ വാലി, ന്യൂയോർക്ക് സിറ്റി ആൻഡ് ഓൾസോ ലണ്ടൻ ആണ് മേജർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ടോപ്പ് ആയിട്ടുള്ള ഈ ഇൻഡെക്സ് റിപ്പോർട്ടിൽ ആദ്യത്തെ 3 പൊസിഷൻസ് ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള സിറ്റികൾ. ഇനി എന്താ?
Chinese ecosystems have experienced a decline in rankings with Shenzhen, Beijing and also Shanghai dropping in the overall standings. അതായത് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ചൈനയുടെ മേജർ ആയിട്ടുള്ള സിറ്റികളിൽ അപ്പോൾ ഒത്തിരി സ്റ്റാർട്ടപ്പുകൾ അവരുടെ സിറ്റികളിൽ നിന്നും വന്നുകൊണ്ടിരുന്നതാ. പക്ഷെ 2023 ഡ്യൂ ടു മെനി റീസൺസ് എന്താ അവരുടെ മൊത്തത്തിലുള്ള ഒരു എന്താ പറയുന്ന എക്കോസിസ്റ്റം കുറച്ച് ഡിക്ലൈൻ ചെയ്ത് പോവുക, താഴത്തേക്ക് പൊക്കോണ്ടിരിക്കുക എന്നുള്ളതാണ് മൊത്തത്തിലുള്ള ഒരു കണക്ക് വെച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഈ 3 സിറ്റികളുടെ പേരാണ് പഠിച്ചിരിക്കേണ്ടത്. സിലിക്കൺ വാലി, അതുപോലെ തന്നെ ന്യൂയോർക്ക് സിറ്റി, ലണ്ടൻ ആണ് ആദ്യത്തെ 3 പൊസിഷൻസ് ഓക്യുപ്പൈ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഇന്ത്യൻ ഇക്കോസിസ്റ്റത്തെ പറ്റി പറയാനാണെങ്കിൽ, ഇന്ത്യയിലെ മേജർ സിറ്റികളെ പറ്റി പറയാനാണെങ്കിൽ പെർട്ടിക്കുലർലി ഏതൊക്കെയാ? മുംബൈ, അതുപോലെ തന്നെ ബാംഗ്ലൂരു, കർണാടക ആൻഡ് ഡൽഹി അല്ലേ? അപ്പോൾ നമ്മുടെ മേജർ ആയിട്ടുള്ള സിറ്റികളായിട്ടുള്ള മുംബൈ, ബാംഗ്ലൂരു, അതുപോലെ കർണാടക, ഡൽഹിയിലൊക്കെ കൂടുതലായിട്ടും സ്റ്റാർട്ടപ്പുകളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് കൂടുതൽ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് ഗ്രോത്ത്, പോസിറ്റീവ് ഇമ്പാക്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വർഷം ചെല്ലുന്തോറും പുതിയ കാര്യങ്ങൾ, പുതിയ സ്റ്റാർട്ടപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി എന്താ? മുംബൈ മൂവ് 5 പ്ലേസസ് അപ്പ് വിത്ത് ബാംഗ്ലൂർ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പൊസിഷനിൽ നിന്നും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടിൽ നിന്നും മുംബൈക്ക് ഏകദേശം ഒരു 5 പ്ലേസുകളുടെ ഇൻക്രിമെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ബാംഗ്ലൂരു ഏകദേശം റാങ്ക്ഡ് 20th ഇൻ ടേംസ് ഓഫ് സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിന്റെ കേസിൽ ഏതാ? നമ്മുടെ 20ാമത്തെ പൊസിഷനാണ് ബാംഗ്ലൂരു ഓക്യുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ മുംബൈ ആൻഡ് ബാംഗ്ലൂരിന്റെ ഒരു കണക്ക്, ഒരു താരതമ്യം പറഞ്ഞത് മുംബൈ ഏകദേശം 5 പൊസിഷൻസോളം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 2023 വരുന്ന സമയത്ത്. ബാംഗ്ലൂരു അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകളുടെ കാര്യങ്ങൾ കണക്കെടുക്കുകയാണെങ്കിൽ 20ാമത്തെ റാങ്കിലാണ് നമ്മുടെ ബാംഗ്ലൂരു നിൽക്കുന്നത്. ഇനി എന്താ? സ്റ്റേറ്റസ് ഓഫ് സ്റ്റാർട്ടപ്സ് ഇൻ ഇന്ത്യ. സോ ഇന്ത്യ നമ്മൾ മൊത്തമായിട്ട് കണക്കെടുക്കുന്ന സമയത്ത് ഇന്ത്യ ഹാസ് ബിക്കം ദി 3rd ലാർജസ്റ്റ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള നമ്മുടെ വേൾഡിലെ രാജ്യങ്ങളിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റങ്ങളുടെ കണക്കെടുക്കുന്ന സമയത്ത് ഇന്ത്യയാണ് 3ാമത്തെ ലാർജസ്റ്റ്. അപ്പോൾ ആദ്യത്തെ 2 പൊസിഷൻ ഏതൊക്കെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ നോക്കണം. ആയിരിക്കാം? അമേരിക്ക ആൻഡ് ചൈന. ചൈനയിൽ ഡിക്ലൈൻ ചെയ്യാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷെ എങ്കിൽ കൂടെ ഇപ്പോഴും സ്റ്റിൽ 2nd പൊസിഷൻ ഓക്യുപ്പൈ ചെയ്യുന്നത് ചൈന തന്നെയാണ്. അപ്പോൾ മേജർ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനെ കണക്കെടുക്കുന്ന സമയത്ത് ആദ്യത്തെ 2 പൊസിഷൻസ് ഓക്യുപ്പൈ ചെയ്യുന്നത് ഇതുപോലെ തന്നെ US ആൻഡ് ഓൾസോ ചൈന 3rd പൊസിഷനാണ് നമ്മുടെ ഇന്ത്യ ഓക്യുപ്പൈ ചെയ്യുന്നത്. ഇനി എന്താ? ഇന്ത്യ ഇസ് ഹോം ടു ആസ് മെനി ആസ്. അപ്പോൾ എത്രത്തോളം സ്റ്റാർട്ടപ്പുകൾ ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ, എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയാ? 75,000 സ്റ്റാർട്ടപ്സുകളാണ് ഇന്ത്യയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മേജർ ആയിട്ടുള്ള സിറ്റികളിൽ നിന്നുള്ള ഇതുപോലെ തന്നെ സംരംഭങ്ങൾ അല്ലെ, സ്റ്റാർട്ടപ്പുകൾ നമ്മൾ കണക്കെടുക്കുന്ന സമയത്ത് 75,000-ഓളം സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മാത്രം വന്നിട്ടുണ്ട്. ഇനി ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് നമ്മൾ ഇതുപോലെ ഡിസ്കസ് ചെയ്തതാ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കഴിഞ്ഞ സെക്ഷനിലെ നോട്ടുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ഗ്ലോബൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ബാക്കി ഇൻഡെക്സുകളും റിപ്പോർട്ടുകളും ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്തിട്ട് നിങ്ങൾ അടുത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻ നോക്കി, അതുപോലെ തന്നെ ഇന്ത്യ മൂന്നാമതാണ് നമ്മുടെ പൊസിഷൻ. ആദ്യത്തെ 2 പൊസിഷൻ ഓക്യുപ്പൈ ചെയ്യുന്നത് US ആൻഡ് ചൈനയാണെന്ന് പറഞ്ഞു. 75,000-ഓളം സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. മുംബൈയുടെയും ബാംഗ്ലൂരിന്റെയും പൊസിഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി എന്താ? പബ്ലിക്കേഷൻസിന്റെ കേസിൽ ഗ്ലോബലി റാങ്ക്ഡ് 3rd. നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 3rd ആണ്. ഫ്രം 6th in 2013 ബേസ്ഡ് ഓൺ ദി നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ ഡാറ്റാബേസ്. അതായത് പബ്ലിക്കേഷൻസിന്റെ കേസിൽ നമ്മുടെ ഏത് പ്രകാരമുള്ള കണക്കെടുപ്പാ? നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ ഡാറ്റാബേസ് പ്രകാരം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് 3ാമത് ഗ്ലോബലി. 2021 കണക്ക് പ്രകാരം ഗ്ലോബലി 3rd റാങ്ക് ആണ്. എവിടെ നിന്ന്? 2013 കണക്കെടുപ്പ് നോക്കുന്ന സമയത്ത് 6th റാങ്ക് ആയിരുന്നു. ഇപ്പോൾ അത് 3ാമത്തെ റാങ്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പബ്ലിക്കേഷൻസിന്റെ കേസിൽ. ഇനി പേറ്റന്റുകളുടെ കേസിലോ? പേറ്റന്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഓരോ കാര്യങ്ങൾ ഇൻവെന്റ് ചെയ്തിട്ട് അല്ല, അത് നമ്മളുടെ അനുവാദമില്ലാതെ വേറൊരു ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല നമ്മുടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഗവൺമെന്റിന് ഇതുപോലെ നമ്മൾ ഈ GI ടാക്സ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നില്ലേ, അതേപോലെ ഒതന്റിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ പേറ്റന്റുകൾ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ പേറ്റന്റുകളുടെ കേസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബലി 9th റാങ്കാണ്. 2021 9th റാങ്ക് in terms of resident patent filing. ഓക്കെ, ഇതിനകത്ത് ഒരു ചെറിയൊരു ഗ്രാഫിൽ നോക്കുന്ന സമയത്ത് പൊസിഷൻസ് നമുക്ക് പറയാൻ പറ്റും. സിലിക്കൺ വാലി ആണ് ഫസ്റ്റ് പൊസിഷൻ ഓക്യുപ്പൈ ചെയ്യുന്നത്. 2nd പൊസിഷൻ ലണ്ടൻ, പിന്നെ ന്യൂയോർക്ക് സിറ്റി എന്ന് പറഞ്ഞു. പിന്നെ ആദ്യത്തെ ഒരു 7 പൊസിഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യാം. ലോസ് ഏഞ്ചലസ്, അതുപോലെ തന്നെ ടെൽ അവീവ്, ബോസ്റ്റൺ ആൻഡ് ഓൾസോ ബീജിംഗ്. ആദ്യത്തെ 7 പൊസിഷൻസ് ഓക്യുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും ഓരോ വർഷത്തിൽ നിന്ന്. 2019 തൊട്ടിട്ട് 2023 വരെ അവർക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ സിലിക്കൺ വാലി ആൻഡ് ഓൾസോ ലണ്ടനും ന്യൂയോർക്ക് സിറ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു സ്ട്രൈറ്റ് ലൈൻ അവർ 2019 തൊട്ടിട്ട് ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് 2023 വരെ പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ,
ഇനി അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ വരാന്ത റേസിന്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ ബേസിക് ക്ലാസ്സുകളാണ്. തിയറീസ് കൺസെപ്റ്റ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തറവാക്കുന്നു. സെക്കൻഡ് എന്ന് പറയുന്നത് കുട്ടികളെ ഗ്രൂപ്പുകളായി തരംതിരിച്ചുകൊണ്ട് ബേസിക് സർക്കിളുകളാണ്. ബേസിക് സർക്കിളുകളിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, പുതിയ പുതിയ മെത്തേഡ്സ് പഠിക്കുന്നു. അതിനുശേഷം ബേസിക് സർക്കിൾസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എലിജിബിലിറ്റി ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. എലിജിബിലിറ്റി ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്ന സ്റ്റുഡൻസിനെ നമ്മൾ എക്സ്ട്രീം ബാച്ചുകളിലേക്ക് കടത്തിവിടുന്നു. എക്സ്ട്രീം ബാച്ചുകളിൽ ഇതുപോലെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം അപ്കമിംഗ് ആയിട്ടുള്ള എക്സാംസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ തുടങ്ങുന്ന ബാച്ചുകളാണ് സൂപ്പർ ബാച്ചുകൾ എന്ന് പറയുന്നത്. SSC, GD, CPO തുടങ്ങിയ ഏതാണ് അപ്കമിംഗ് ആയിട്ടുള്ള എക്സാംസ് അതിനനുസരിച്ചിട്ടുള്ള പാറ്റേൺസും ട്രെയിനിങ്ങും ആയിരിക്കും നമ്മൾ സൂപ്പർ ബാച്ചുകളിൽ കൊടുക്കുന്നുണ്ടാവുക. അടുത്തത് 5th ലെവൽ എന്ന് പറയുന്നത് റിപ്പ് ആണ്. ഇന്റൻസ് മോക്ക് സെക്ഷൻസ് ആണ്. ടൈം ബൗണ്ടഡ് ആയിട്ട് എങ്ങനെ ഒരു എക്സാം ഹാളിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു റിയൽ ടൈം ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസുകളാണ് അല്ലെങ്കിൽ പ്രാക്ടീസ് ആണ് നമ്മൾ റിപ്പിൽ കൊടുക്കുന്നത്. 6ാമത്തെ ലെവൽ എന്ന് പറയുന്നത് മോക്ക് ഇന്റർവ്യൂ ആണ്. അപ്പോൾ എക്സാമിൽ നമുക്ക് ടയർ 1 ടയർ 2 ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസിന് ഇന്റർവ്യൂസ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ ഒരു ഇന്റർവ്യൂ ബോഡിയെ കണ്ടക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ മോക്ക് ഇന്റർവ്യൂസ് ഓർഗനൈസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന സ്വപ്നത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വരാന്ത റേസിനോടൊപ്പം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന 2 നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓഫ്ലൈൻ ബാച്ചസ് മൺഡേ ടു ഫ്രൈഡേ ആൻഡ് ഓൾസോ സാറ്റർഡേ ആൻഡ് സൺഡേ അവൈലബിൾ ആണ്. അതല്ല ഓഫ്ലൈൻ ബാച്ച് ബുദ്ധിമുട്ടാണ്, ഓൺലൈൻ ബാച്ച് ആണെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന സെക്കൻഡ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത റിപ്പോർട്ടിലേക്ക് നമുക്ക് നോക്കാം. അടുത്ത 4ാമത് നമുക്ക് നോക്കാനുള്ളത് WEFന്റെ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ആണ് 2023. അപ്പോൾ എനർജി ട്രാൻസിഷൻസ് ഇൻഡെക്സ് വേൾഡ് എക്കോണമിക് ഫോറം നമ്മൾ ഓൾറെഡി റിലീസ് ചെയ്തു, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ WEF റിലീസ് ചെയ്യുന്ന വേറൊരു ഇൻഡെക്സ് നമ്മൾ കുറച്ച് മുൻപ് പഠിച്ചിരുന്നു. അത് ഏതാണെന്ന് നിങ്ങൾ ഓർക്കുക. സോ വേൾഡ് എക്കോണമിക് ഫോറം ഇൻ കൊളാബറേഷൻ വിത്ത് ഏത് കമ്പനി അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനുമായിട്ട് ഇതുപോലെ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാ, അക്സെഞ്ചർ ആണ്. സോ WEFും അതുപോലെ അക്സെഞ്ചറും കൂടി ചേർന്നിട്ടാണ് ഈ പറയുന്ന എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് പുറത്തുവിടുന്നത്. പബ്ലിഷ്ഡ് റിപ്പോർട്ട് ടൈറ്റിൽഡ് എന്താ, ഫോസ്റ്ററിംഗ് എഫക്റ്റീവ് എനർജി ട്രാൻസിഷൻസ് 2023 എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 120 കൺട്രീസിന്റെ കണക്കെടുപ്പാണ് നടത്തിയിട്ടുള്ളത്. ഓൺ ദി ബേസിസ് ഓഫ് എനർജി, മെയിൻ ആയിട്ട് എനർജി ട്രാൻസിഷന്റെ ബേസിലാണ് ഈ ഒരു കണക്കെടുപ്പ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഫൈൻഡിങ്സ് നോക്കാം. ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 67th പൊസിഷൻ, 67ാമത്തെ 120 കൺട്രീസിൽ 67ാമത്തെ പൊസിഷൻ ആണ് ഇന്ത്യ. അപ്പൊ ഇന്ത്യയുടെ പൊസിഷൻ നോട്ട് ചെയ്തോളുക. ജമ്പ് ഓഫ് 20 പ്ലേസസ്, കഴിഞ്ഞ വർഷത്തെക്കാളും 20 പ്ലേസസ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് മുന്നിലേക്ക് കയറിയിട്ടാണ് 67ാമത്തെ പൊസിഷൻ. അപ്പോൾ കഴിഞ്ഞ വർഷം 87ാമത്തെ പൊസിഷൻ ആയിരുന്നു. ഓക്കെ, ജമ്പ് ഓഫ് 20 പ്ലേസസ് ഗ്ലോബലി ഇന്ത്യ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്. അപ്പോൾ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇതുപോലെ ഇന്ത്യയുടെ പ്ലേസ് എന്ന് പറയുന്നത് 2023 67ാമത്തെ പൊസിഷൻ ആണ്. ഇനി എന്താ താഴെ ഒരു ബോൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, എന്താന്ന് നോക്കാം നമുക്ക്. അക്കോർഡിംഗ് ടു WEF വേൾഡ് എക്കണോമിക് ഫോറം പ്രകാരം ഇന്ത്യ ഈസ് ദി ഓൺലി മേജർ എക്കോണമി where the place of energy transition is accelerating in all dimensions. എല്ലാ സെക്ടറുകളിലും അല്ലെങ്കിൽ എല്ലാ ഡയമെൻഷൻസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, എമർജിംഗ് എക്കോണമീസിന്റെ കണക്കെടുക്കുന്ന സമയത്ത് ഇന്ത്യയാണ് ഒരേ ഒരു കൺട്രി എല്ലാ ഡയമെൻഷൻസിലും എനർജി ട്രാൻസിഷൻസ് അല്ലെങ്കിൽ നമ്മൾ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാ ഫീൽഡിലും നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ WEF പ്രകാരം ഇന്ത്യ ഈസ് ദി ഓൺലി മേജർ എക്കോണമി അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന എമർജിംഗ് എക്കോണമി where the place of energy transition is accelerating in all dimensions. Okay, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. India is the only major economy where the places of energy transition is accelerating in all dimensions. Okay. ഇനി എന്തൊക്കെയാ പറയുന്നത്, ഇനി ടോപ്പ് ചെയ്തിരിക്കുന്ന ആരാന്ന് നോക്കാം. അപ്പോൾ സ്വീഡൻ ആണ് ടോപ്പ് ചെയ്തിരിക്കുന്നത്. സ്വീഡൻ ടോപ്പ് ദ ലിസ്റ്റ് ആൻഡ് ഇറ്റ് വാസ് ഫോളോഡ് ബൈ, അപ്പോൾ ആദ്യത്തെ പൊസിഷൻ എന്ന് പറയുന്നത് സ്വീഡൻ ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഹൈറാർക്കി ഓർഡറിൽ തന്നെ എഴുതുക. സ്വീഡൻ 1ാമത്തെ പൊസിഷൻ, ഫോളോഡ് ബൈ ഡെൻമാർക്ക് 2nd പൊസിഷൻ, നോർവേ 3rd, ഫിൻലാൻഡ് ആൻഡ് സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ ആദ്യത്തെ 5 കൺട്രീസിന്റെ പൊസിഷൻസ് സ്വീഡൻ, ഡെൻമാർക്ക്, നോർവേ, ഫിൻലാൻഡ് ആൻഡ് ഓൾസോ സ്വിറ്റ്സർലാൻഡ്. ആദ്യത്തെ 5 പൊസിഷൻസ് കിട്ടിക്കഴിഞ്ഞു. 120 കൺട്രീസിന്റെ കണക്കെടുപ്പ് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ പൊസിഷൻ 67ാമത്, അതും നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഇനി എന്താ പറയുന്നത്, ഇത് നമുക്കറിയാം പാരീസ് അഗ്രിമെന്റ് പ്രകാരം എന്താ 2015 പാരീസ് അഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്തിട്ടുള്ളത്. അത് പ്രകാരം ഈ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് അതിനെയൊക്കെ നമ്മൾ എന്താ പറയുക റെസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ ആയിട്ടുള്ള നമ്മുടെ ടെമ്പറേച്ചർ നമ്മൾ 2 ഡിഗ്രി സെൽഷ്യസ് വരെ 2 ഡിഗ്രി സെൽഷ്യസിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് ആനുവൽ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് 2 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാക്കി കൊണ്ടുവരാൻ നമ്മൾ ഇതുപോലെ നമ്മൾ അഗ്രിമെന്റിൽ സൈൻ ചെയ്തിരുന്നു. 2 ഡിഗ്രി സെൽഷ്യസ് ആദ്യം, അതിനുശേഷം 1.5 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കൂട്ടാൻ. അപ്പോൾ ഒരു എനർജി ട്രാൻസിഷന്റെ കേസ് പറഞ്ഞുകൊണ്ട് ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വേൾഡ് എക്കണോമിക് ഫോറം ആണ് റിലീസ് ചെയ്യുന്നത് അക്സെഞ്ചറുമായിട്ട് ഇതുപോലെ കൊളാബറേറ്റ് ചെയ്തിട്ട്. അപ്പോൾ WEFനെ പറ്റി ഒരു കുഞ്ഞു ബേസിക് ഐഡിയ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാ, പ്രസിഡന്റ് ആരാന്നുള്ളത് അറിഞ്ഞിരിക്കണം. പ്രസിഡന്റ് ആരാ,
ബോർജ് ബ്രണ്ട് BB അല്ലെ, ബോർജ് ബ്രണ്ട് എന്നുള്ളതാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ പ്രസിഡന്റിന്റെ പേര്, ബോർജ് ബ്രണ്ട്. അതുപോലെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ടാസ്ക് തന്നിരുന്നു, UN ഓർഗനൈസേഷൻസിന്റെ ഇതുപോലെ ഏതൊക്കെയാ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയൊക്കെയാണെന്നുള്ളത് എഴുതി വെക്കാൻ പറഞ്ഞിരുന്നു. ചെയ്തിട്ടുണ്ടോ നോക്കാം. അതുപോലെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്, WEFന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് നമ്മുടെ സ്വിറ്റ്സർലൻഡിലാണ്, കൊളോഗ്നി സ്വിറ്റ്സർലൻഡ്. ഓക്കെ, കൊളോഗ്നി സ്വിറ്റ്സർലൻഡിലാണ് നമ്മുടെ WEFന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ആരാണ് ഇതുപോലെ തന്നെ പ്രസിഡന്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ബോർജ് ബ്രണ്ടയാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് അഞ്ചാമത്തേത് ഗ്ലോബൽ ലൈവബിലിറ്റി ഇൻഡെക്സ് ആണ്. അതായത് ലിവബിലിറ്റി അല്ലെങ്കിൽ ലൈവബിലിറ്റി, ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സ് 2023. ഈ പറഞ്ഞതുപോലെ തന്നെ റിപ്പോർട്ട് റിലീസ് ചെയ്തിരിക്കുന്നത് ആരാ? എക്കോണമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ്, EIU, എക്കോണമിക് ഇന്റലിജൻസ് യൂണിറ്റ് ആണ് ഈ ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഇൻഡെക്സ്, എല്ലാ ഇൻഡെക്സുകളും നമ്മൾ ആരാ റിലീസ് ചെയ്യുന്നത് ആദ്യം ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ആ ഇൻഡെക്സ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഇൻഡെക്സ് ക്വാണ്ടിഫൈസ് എന്തൊക്കെയാ? ദ ചാലഞ്ചസ് പ്രസന്റഡ് ടു ആൻ ഇൻഡിവിജ്വൽസ് ലൈഫ് സ്റ്റൈൽ. അപ്പൊ നമ്മുടെ ഒരു വേൾഡിലെ തന്നെ ഏകദേശം 173 കൺട്രികളുടെ ഉള്ളിൽ അല്ലെങ്കിൽ പല പല സിറ്റികളിൽ ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ലിവബിൾ, നമുക്ക് സമാധാനത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ എല്ലാം അഡാപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സിറ്റി ആണോ, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി പാരാമീറ്റേഴ്സ് നമ്മൾ നോക്കും അതിൽ. അപ്പോൾ എങ്ങനെയാണ് ഓരോ സിറ്റികളും വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സ് 2023 ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് വാസ് ഗിവൺ കൺസിഡറിങ് 5 മെട്രിക്സ് നെയിമിൽ. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്? മെയിൻ ആയിട്ട് നോക്കുന്ന ഡൊമൈൻസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഹെൽത്ത് കെയർ സെക്ടർ. അപ്പൊ നമുക്ക് ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹെൽത്ത് കെയർ. അതുപോലെ തന്നെ കൾച്ചർ, എൻവിറോൺമെന്റ്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ എത്രത്തോളം സമാധാനമുണ്ട് അല്ലെ, എൻവിറോൺമെന്റ് എങ്ങനെയൊക്കെയാണുള്ളത്. അതുപോലെ എഡ്യൂക്കേഷൻ സെക്ടർ നോക്കും, പിന്നെ സ്റ്റെബിലിറ്റി സെക്ടർ. അപ്പോൾ ഈ ഒരു 5 ഡൊമൈനാണ് നമ്മൾ മെയിൻ ആയിട്ടും ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സ് 2023 കണക്കെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന 5 മെയിൻ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, കൾച്ചർ, എൻവിറോൺമെന്റ്, എഡ്യൂക്കേഷൻ ആൻഡ് ഓൾസോ സ്റ്റെബിലിറ്റി. ഈ 5 സെക്ടറുകളാണ്. ഇത് നമ്മുടെ റിപ്പോർട്ടിലേക്ക് കടക്കാം. കീ ഫൈൻഡിങ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ടോപ്പ് സിറ്റീസ് ടു ലീവ്. അപ്പൊ നമുക്ക് ഇതുപോലെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ആദ്യത്തെ 5 സിറ്റികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഏതൊക്കെയാ? ഒന്നാമത്തെ പൊസിഷൻ വിയന്ന. അപ്പൊ ഈ 5 സെക്ടറുകളിലെയും കണക്കെടുത്തുകൊണ്ട് ക്യുമുലേറ്റീവ് ആയിട്ട് പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടാ. ഒന്നാമത്തേത് ഓസ്ട്രിയ എന്ന് പറയുന്ന കൺട്രിയിലെ വിയന്ന എന്ന് പറയുന്ന സ്ഥലം. അടുത്തതോ കോപ്പൻഹേഗൻ. സെക്കൻഡ് കോപ്പൻഹേഗൻ, ഡെൻമാർക്കിലെ കോപ്പൻഹേഗൻ ആണ് സെക്കൻഡ് പൊസിഷൻ. മൂന്നാമത്തേത് ഓസ്ട്രേലിയയിലെ 2 സിറ്റികളാണ് മൂന്നാമത്തെയും നാലാമത്തെയും പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുന്നത്. മെൽബൺ, അതുപോലെ തന്നെ സിഡ്നി. മെൽബൺ ആൻഡ് സിഡ്നി സിറ്റികളാണ് ആദ്യത്തെ പൊസിഷൻസ്. അപ്പൊ ടോപ്പ് സിറ്റീസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്മുടെ ഇൻഡെക്സിൽ അല്ലെങ്കിൽ നമ്മുടെ റിപ്പോർട്ടിൽ ആദ്യത്തെ ഫസ്റ്റ് 4 പ്ലേസസ് ഒക്യുപ്പൈ ചെയ്യുന്ന ഏതൊക്കെയാ? വിയന്ന ഫ്രം ഓസ്ട്രിയ, ഓൾസോ കോപ്പൻഹേഗൻ ഡെൻമാർക്കിലെ, അതുപോലെ ഓസ്ട്രേലിയയിലെ മെൽബണും, അതുപോലെ തന്നെ സിഡ്നിയും. അതാ 4 പൊസിഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബോട്ടം 3യിൽ വരുന്നത്, നമ്മൾ ഇൻഡെക്സിൽ ഇതുപോലെ തന്നെ താഴത്ത് വരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യണമല്ലോ. അപ്പോൾ ബോട്ടം 3 ലിവബിൾ സിറ്റീസ് ഏതൊക്കെയാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടോടുകൂടെ അല്ലെ നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ട് പ്രകാരം അവരുടെ കണക്കെടുപ്പ് പ്രകാരം ഏതാണ് ബോട്ടം ലിസ്റ്റിൽ പെട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയാ? അൽജിയേഴ്സ് ഫ്രം അൾജീരിയയിലെ അൽജിയേഴ്സ്, അതുപോലെ തന്നെ ട്രിപ്പോളി ലിബിയയിലെ ട്രിപ്പോളി എന്ന് പറയുന്ന സ്ഥലം, അതുപോലെ സിറിയയിലെ ഡമാസ്കസ്. അപ്പൊ ഈ 3 സിറ്റികളാ ബോട്ടം ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി ഏഷ്യയിൽ നിന്നും നോക്കുക, ഏഷ്യയുടെ മാത്രം കണക്കെടുപ്പ് നോക്കുകയാണെങ്കിൽ ജപ്പാനിലെ ഒസാക്കയാണ് റാങ്ക്ഡ് നമ്പർ 10. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ ഏറ്റവും ടോപ്പ് ഏഷ്യൻ കൺട്രീസിൽ നമ്മൾ കണക്കെടുക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പ് ചെയ്തിരിക്കുന്നത് ഏഷ്യൻ കൺട്രീസിൽ ടോപ്പ് ചെയ്തിരിക്കുന്നത് ജപ്പാനിലെ ഒസാക്കയാണ്. ജപ്പാനിലെ ഒസാക്ക എത്രാമത്തെ റാങ്കാ? 10ാമത്തെ റാങ്കാണ് കിടക്കുന്നത്. ദി ഇൻഡെക്സ് റോസ് ലാസ്റ്റ് ഇയർ ടു റീച്ച് എ 15-year ഹൈ as the world recovered from the pandemic. Okay, the average index score is now. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഗ്ലോബൽ ആവറേജ്, നമ്മൾ ആവറേജ് കണക്കെടുക്കുമല്ലോ. അപ്പോൾ ഗ്ലോബൽ ആവറേജ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 76.2 ആണ്. ഔട്ട് ഓഫ് 100 100ൽ 76.2 ആണ് എന്തെന്ന് പറയുന്നത്. അല്ലെങ്കിൽ 100 സ്ഥലങ്ങൾ എടുത്താൽ അതിൽ 76.2 സ്ഥലങ്ങൾ ഈ ലിവബിലിറ്റി അല്ലെങ്കിൽ ലിവബിൾ ആണ് എല്ലാ സെക്ടറുകളും നമ്മൾ കണക്കെടുക്കുന്ന സമയത്ത്. അതിന് തൊട്ട് മുമ്പിൽ ഒരു വർഷം മുമ്പത്തെ കണക്ക് പ്രകാരം അത് 73.2 ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ഇൻക്രിമെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മേജർ ആയിട്ടുള്ള കീ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. ഇനി എന്താ? ഇനി ഓരോ സെക്ടറുകളിൽ നമ്മൾ ഡിക്ലൈൻ ആണോ ഇൻക്രിമെന്റ് ആണോ എന്ന് പറയുന്നത്. സോ ഡെസ്പൈറ്റ് ഓവറോൾ ഗ്രോത്ത് ഇൻ ദി ഇൻഡെക്സ് സ്കോർ സ്റ്റെബിലിറ്റി സോ എ മാർജിനൽ ഡിക്ലൈൻ. അപ്പോൾ സ്റ്റെബിലിറ്റിയുടെ കേസ് എടുക്കുന്ന സമയത്ത് ഡിക്ലൈനേഷൻ ആണ് സംഭവിച്ചിട്ടുള്ളത്. Those in Western Europe in particular have slipped in rankings due to increased
ഇൻസ്റ്റൻസസ് ഓഫ് വർക്കേഴ്സ് സ്ട്രൈക്സ്. അപ്പൊ പല റീസൺസ് കാരണം ഇതുപോലെ എന്ത് പറ്റിയിട്ടുണ്ട്, ഏഷ്യയിലും അതുപോലെ തന്നെ യൂറോപ്പ്, വെസ്റ്റേൺ യൂറോപ്പിലൊക്കെ സിറ്റികളിൽ ഇതുപോലെ പല സെക്ടറുകളിലും ഡിക്ലിനേഷൻസ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കഴിഞ്ഞ സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്ത ഈ പോയിന്റ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ടോപ്പ് 3, ബോട്ടം 3, അതുപോലെ തന്നെ ഏഷ്യയിൽ നിന്നുള്ള നമ്മുടെ ജപ്പാനിലെ ഒസാക്ക 10th പൊസിഷൻ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള കണക്ക്, അതുപോലെ ഗ്ലോബൽ ആവറേജ് എത്രയാണ്, കഴിഞ്ഞ വർഷത്തെ കണക്ക് എത്രയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാം അടുത്തത് എന്താ, വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2023 അല്ലെ, പ്രസ് ഫ്രീഡം, വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2023. അപ്പൊ ഇത് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടേഴ്സ് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ബൈ റിപ്പോർട്ടേഴ്സ്. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് വിത്തൗട്ട് ബോർഡേഴ്സ്. അപ്പൊ എല്ലാ കൺട്രികളിലെയും വേൾഡ് അല്ലെങ്കിൽ പ്രസ്സുകളുടെ ഫ്രീഡം എത്രത്തോളം ആണെന്ന് ഇതുപോലെ താരതമ്യം ചെയ്യുന്ന ഒരു കണക്കെടുപ്പാണ്. പബ്ലിഷ് ചെയ്യുന്നത് നോഡൽ ഏജൻസി എന്ന് പറയുന്നത് റിപ്പോർട്ടേഴ്സ് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. ഫസ്റ്റ് റിപ്പോർട്ട്, ആദ്യത്തെ റിപ്പോർട്ട് എപ്പോഴാണ് പബ്ലിഷ് ചെയ്തത്, റിപ്പോർട്ടേഴ്സ്. അപ്പോൾ പേര് കൺഫ്യൂസ്ഡ് ആവാത്ത, റിപ്പോർട്ടേഴ്സ് പബ്ലിഷ് ചെയ്യുന്ന വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2002 ആദ്യമായിട്ട് കണക്കെടുപ്പ് നടത്തിയിട്ടുള്ളത്. 2002 2023 ഇൻഡെക്സ്. അപ്പൊ എത്ര കൺട്രീസിന്റെ കണക്കെടുപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 180 കൺട്രീസും യൂണിയൻ ടെറിട്ടറീസും എല്ലാം ഉൾപ്പെടെ ഏകദേശം 150 കൺട്രികളുടെ ഇതുപോലെ എൻവയോൺമെന്റുകൾ നമ്മൾ ഇതുപോലെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. എന്നാ പുറത്തുവിട്ടത്, ആ ഒരു ഡേയും വളരെ ഇമ്പോർട്ടന്റ് ആണ്, May 3. May 3യുടെ പ്രത്യേകത എന്താ, May 3യുടെ പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ് പ്രസ് ഫ്രീഡം ഡേ ആണ്. ഓക്കെ, അപ്പൊ May 3, അപ്പൊ നിങ്ങൾക്ക് ഒരു GK കൂടി കിട്ടി അല്ലെ. വേൾഡ് പ്രസ് ഫ്രീഡം ഡേ ആണ് May 3 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻ 31 കൺട്രീസ്. അപ്പോ മൊത്തമായിട്ടൊരു ജനറൽ ആയിട്ടൊരു എന്താ പറയുക, ഒരു അവലോകനം അല്ലെങ്കിൽ ഒരു സമ്മറി പറയാനാണെങ്കിൽ എന്താ, വെരി സീരിയസ് കാറ്റഗറിയിൽ കിടക്കുന്നത് 31 കൺട്രീസ്. അപ്പൊ 150 കൺട്രീസിനെ കണക്കെടുത്തതിൽ വെരി സീരിയസ് വേൾഡ് പ്രസ് അല്ലെങ്കിൽ പ്രസ്സുകളുടെ ഫ്രീഡം എന്ന് പറയുന്നത് വളരെ സീരിയസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ കിടക്കുന്ന 31 കൺട്രീസ് ഉണ്ട്. 31 കൺട്രീസിന്റെ ഇതുപോലെ പ്രസ് ഫ്രീഡം വളരെ വെരി സീരിയസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പോകുന്നത്. അതുപോലെ ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത്, അപ്പൊ നമ്മളിങ്ങനെ വെരി സീരിയസ്, ഡിഫിക്കൽട്ട്, മോഡറേറ്റ് അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ വെരി സീരിയസിലാണ് 31 കൺട്രീസ്, ഡിഫിക്കൽട്ടിലാണ് 42 കൺട്രീസ്, പ്രോബ്ലമാറ്റിക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ 55 കൺട്രീസ് വരുന്നുണ്ട്, പിന്നെ ഗുഡ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി എന്ന് പറയുന്ന കാറ്റഗറിയിൽ 52 കൺട്രീസ് വരുന്നുണ്ട്. ഇനി എന്താ, ഇനി ഇന്ത്യയുടെ റാങ്ക് നമുക്ക് പഠിക്കണം. ഇന്ത്യസ് റാങ്ക് ഇൻ 2023 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഈസ് 161. ഓക്കെ, അപ്പോൾ നമ്മളുടെ 2023 കണക്ക് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 161 ആണ്. 161 ഔട്ട് ഓഫ് 180 കൺട്രീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാണ് റിലീസ് ചെയ്തത്, വേൾഡ് പ്രസ് ഫ്രീഡം ഡേ എന്നാണ് May 3 വേൾഡ് പ്രസ് ഫ്രീഡം ഡേ വരുന്നത്. അതുപോലെ തന്നെ ഏതൊക്കെ കാറ്റഗറി, അപ്പോൾ ഈ കൗണ്ട് പഠിച്ചില്ലെങ്കിലും ഇന്ത്യയുടെ റാങ്ക് നിങ്ങൾ പഠിച്ചിരിക്കണം. 161ാമത്തെ പൊസിഷനാണ്. ഓക്കെ, ഇതേപോലെ ടോപ്പ് ഏതൊക്കെ കൺട്രീസിന് ഒരു ജസ്റ്റ് ഒരു 2 ടോപ്പും അതുപോലെ തന്നെ 5 കൺട്രീസിന്റെ ലീസ്റ്റ് ഫ്രീഡം ഏറ്റവും കൂടുതലുള്ളതും ലിസ്റ്റിൽ ടോപ്പ് ചെയ്തിരിക്കുന്ന കൺട്രീസും അതുപോലെ തന്നെ താഴത്ത് ബോട്ടമിൽ വരുന്ന കൺട്രീസിന്റെ ഒരു ചെറിയൊരു 5 കൺട്രീസിന്റെ കണക്കെടുപ്പ. ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ഫസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് ടോപ്പ് ചെയ്തിരിക്കുന്നത് നോർവേ ആണ്. അവരുടെ സ്കോർ എന്ന് പറയുന്നത് 95.18. അപ്പോൾ ഇതെല്ലാം 100ലാണ് കണക്കാക്കിയിരിക്കുന്നത്. 100ൽ 95.18 സ്കോറാണ് നോർവേ സ്കോർ ചെയ്തിരിക്കുന്നത്. നോർവേ ആണ് ടോപ്പ്. അപ്പോൾ നിങ്ങൾ കോഡുകൾ ഉണ്ടാക്കി പഠിക്കുക. നോർവേ, അയർലാൻഡ്, ഡെൻമാർക്ക്, സ്വീഡൻ ആൻഡ് ഓൾസോ ഫിൻലാൻഡ്. അപ്പൊ ഇതാണ് ആദ്യത്തെ 5 ടോപ്പ് 5 കൺട്രീസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോർവേ, അയർലാൻഡ്, ഡെൻമാർക്ക്, സ്വീഡൻ ആൻഡ് ഫിൻലാൻഡ്. പിന്നെ താഴത്ത് ഇന്ത്യയുടെ പൊസിഷൻ 161ാമത്തെ പൊസിഷനാണ് ഇന്ത്യ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ലീസ്റ്റ് ഫ്രീഡം വരുന്ന കൺട്രീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തുർക്ക്മെനിസ്ഥാൻ, അതുപോലെ തന്നെ ഇറാൻ, വിയറ്റ്നാം, ചൈന, നോർത്ത് കൊറിയ. ഓക്കെ, അപ്പൊ ഏറ്റവും ബോട്ടത്തിൽ കിടക്കുന്നത് നോർത്ത് കൊറിയ അല്ലെ. സെക്കൻഡ് ലാസ്റ്റ് കിടക്കുന്നത് ഏതാ, ചൈന, പിന്നെ വിയറ്റ്നാം, ഇറാൻ, തുർക്ക്മെനിസ്ഥാൻ. അപ്പൊ അവരുടെയൊക്കെ സ്കോർ കണ്ട് ഏറ്റവും താഴെ കിടക്കുന്ന നോർത്ത് കൊറിയയുടെ സ്കോർ എന്ന് പറയുന്നത് 21.72 ആണ്. ഇന്ത്യയുടെ സ്കോർ എത്രയാ, 36.62. അപ്പൊ ഇന്ത്യയുടെ സ്കോറും റാങ്കും എടുക്കുന്നതിനോടൊപ്പം തന്നെ ആ ഒരു ഗ്ലോബൽ സ്കോർ എത്രയാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഈ ടോപ്പ് 5 അതുപോലെ ഇന്ത്യയുടെ പൊസിഷൻ, ബോട്ടം 5 കൂടെ നോട്ട് ചെയ്തെടുക്കാം. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ടാണ്. 2023 എയർ ക്വാളിറ്റി അല്ലെ എൻവിറോൺമെന്റ് നമ്മുടെ ഹെൽത്തിനെ വളരെയധികം സ്വാധീനിക്കുന്ന, നമുക്ക് ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നമ്മുടെ എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻവിറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒത്തിരി ആക്ടുകളും അല്ലെങ്കിൽ ഒത്തിരി ഗ്ലോബൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ ഒത്തിരി അഗ്രിമെന്റുകളും എല്ലാം നമ്മൾ ഓരോ കൺട്രീസിന്റെയും ഇൻവോൾവ്മെന്റോട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടോട്ടൽ ആയിട്ടുള്ള എയറിന്റെ ക്വാളിറ്റി എത്ര ഉണ്ടെന്ന് നമ്മൾ
ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്താ 2023 കണക്ക് പ്രകാരം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ സിറ്റികളിലാണ് മോസ്റ്റ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റികൾ ഏതാ, അതുപോലെ തന്നെ അതിൽ ടോപ്പ് ചെയ്തിരിക്കുന്നത് ആയിരിക്കും, അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള എത്ര സിറ്റികളുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്വിറ്റ്സർലൻഡിലെ സ്വിസ് എയർ ക്വാളിറ്റി ആണ്, സ്വിസ് എയർ ക്വാളിറ്റി ആണ് റിപ്പോർട്ട് റിലീസ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് റിലീസ്ഡ് ബൈ സ്വിസ് എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനി അല്ലെ, IQ എയർ റിപ്പോർട്ട്, എയർ ക്വാളിറ്റി റിപ്പോർട്ട് ആണ്. ഇനി എന്താ, അക്കോർഡിംഗ് ടു ദിസ് റിപ്പോർട്ട് ദ കൺട്രീസ് ക്യാപിറ്റൽ ഡൽഹി ആണ് മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റി ഇൻ ദ വേൾഡ്. അപ്പൊ വേൾഡിലെ തന്നെ എല്ലാ സിറ്റികളെയും നമ്മൾ കണക്കെടുക്കുന്ന സമയത്ത് മോസ്റ്റ് പൊല്യൂട്ടഡ് ഏതാ, ഡൽഹി, നമ്മുടെ ഡൽഹിയാണ്, നാഷണൽ ക്യാപിറ്റൽ ആണ്, ഡൽഹിയാണ് മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താ അടുത്ത പോയിന്റ്, ഡൽഹിസ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഹാസ് ബീൻ മെഷേർഡ് അറ്റ് 492. അപ്പൊ നമ്മുടെ എയർ ക്വാളിറ്റിയുടെ ആ ഒരു സ്കോർ കൂടെ നിങ്ങൾ പഠിക്കുക. 492 ആണ് നമുക്ക് സ്കോർ വരുന്നത്, ഡൽഹിയിലെ സ്കോർ വരുന്നത്. സെക്കൻഡ് പ്ലേസ് ഏതാ, സെക്കൻഡ് പ്ലേസ് ഒട്ടും മോശമല്ല. സെക്കൻഡ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ പാകിസ്ഥാനിലെ ലാഹോർ ആണ് സെക്കൻഡ് പ്ലേസ് വരുന്നത്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് 381. അപ്പോൾ ഡൽഹി അല്ലെ, ഡൽഹി ആ ഫസ്റ്റ് പൊസിഷൻ, ഫസ്റ്റ് സിറ്റി, അതായത് മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റികളാണ് കണക്കെടുക്കുന്നത്. സിറ്റികളുടെ കേസിൽ ഫസ്റ്റ് ഡൽഹി ആ 492 ആയിരുന്നു സ്കോർ. സെക്കൻഡ് ലാഹോർ ആണ്, ലാഹോറിന്റെ സ്കോർ എന്ന് പറയുന്നത് 381 ആണ് ലാഹോറിന്റെ സ്കോർ എന്ന് പറയുന്നത്. അടുത്ത എന്താ, കൊൽക്കത്ത ഈസ് എ തേർഡ് പ്ലേസ്. അപ്പൊ ഒട്ടും മോശമല്ല, മൂന്നാമത് നമ്മുടെ കൊൽക്കത്ത, ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള കൊൽക്കത്ത ഉണ്ട്. നാലാമത്തെ പൊസിഷനിൽ ധാക്ക. അപ്പൊ ആദ്യത്തെ 5 പൊസിഷൻ ഞാൻ പറയും, അപ്പൊ നിങ്ങൾ പഠിക്കണം. സിറ്റികളുടെ കേസ് പറയുന്നത് ഒന്നാമത്തെ ഡൽഹി 492, സെക്കൻഡ് ലാഹോർ ആയിരുന്നു, തേർഡ് പ്ലേസോ കൊൽക്കത്തയാണ്, ഫോർത്ത് പ്ലേസ് ധാക്കയാണ്. ഇനി ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫിഫ്ത്ത് പ്ലേസ് ഏതാ, ചൈനയിലെ ഷെൻയാങ് ആണ് ഫിഫ്ത്ത് പ്ലേസിൽ വരുന്നത്. ഷെൻയാങ് ആണ് ഫിഫ്ത്ത് പ്ലേസ്. സിക്സ്ത് പ്ലേസ് എഗെയിൻ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള മുംബൈ ആണ്. അപ്പൊ ആദ്യത്തെ ഒരു ടോപ്പ് 10 എടുക്കുകയാണെങ്കിൽ ടോപ്പ് 6 എടുത്താൽ തന്നെ അതിൽ 3 സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഡൽഹി, കൊൽക്കത്ത ആൻഡ് മുംബൈ ആണ്. സോ അതും ഇമ്പോർട്ടൻ്റ്. 3 of the top 10 most polluted cities are from India. ഇന്ത്യയിൽ നിന്നാണ് ആദ്യത്തെ ടോപ്പ് 10ൽ തന്നെ 3 സിറ്റികൾ ഇന്ത്യയിൽ നിന്നുള്ളതാ. ഇനി ആ കോൺസെൻട്രേഷൻ അല്ലെ, നമ്മളെ പെർട്ടിക്കുലർ മാറ്റേഴ്സ് അല്ലെങ്കിൽ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് അല്ലെങ്കിൽ നൈട്രജൻ ഡയോക്സൈഡ് അങ്ങനെ തുടങ്ങിയ എത്രത്തോളം പൊല്യൂട്ടൻസ് വളരെ നമ്മളെ ക്രിട്ടിക്കലി നമ്മളെ ത്രെട്ടൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എത്രത്തോളം പെർട്ടിക്കുലർ മാറ്റേഴ്സ് അല്ലെങ്കിൽ എത്രത്തോളം പൊല്യൂട്ടൻസ് ഉണ്ട് അല്ലെ, കെമിക്കൽ പൊല്യൂട്ടൻസ് ഉണ്ടെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ടോക്സിക്കൻസ് ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ പെർട്ടിക്കുലർ മാറ്റർ 2.5 ഡൽഹിയിലെ കണക്ക് എത്രയാ, 523 milligram per cubic meter. പർട്ടിക്കുലർ മാറ്റർ 2.5. അപ്പോൾ ഒത്തിരി അല്ലെങ്കിൽ ഒത്തിരി പൊല്യൂട്ടൻസ് ഉണ്ടാവുമല്ലോ, ടോക്സിക്കൻസ് ഉണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, PM 2.5ന്റെ കണക്ക് മാത്രമേ പറയുന്നത്. അത് എത്രയാ, 523 milligram per cubic meter. ഓക്കെ, ഇനി അടുത്തെന്താ, this concentration is 104 times more than the World Health Organization. നമ്മുടെ WHO കണക്ക് പ്രകാരം ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ പറയുമല്ലോ, ഓരോ സിറ്റികൾക്കും ഉണ്ടാവാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ, അതിനേക്കാൾ 104 ഇരട്ടി കൂടുതലാണ് ഡൽഹിയിലെ PM 2.5 പർട്ടിക്കുലർ മാറ്റർ 2.5ന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മുടെ ഇന്നത്തെ സെക്ഷനിലെ അവസാനത്തെ റിപ്പോർട്ടാണ്, വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പബ്ലിഷ്ഡ് ബൈ ഏതാ, യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക്. ആരാ പബ്ലിഷ് ചെയ്യുന്നത്, യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. റാങ്കിങ്സ് ആർ ബേസ്ഡ് ഓൺ ഡാറ്റ ഫ്രം ദി മെയിൻ ലൈഫ് ഇവാലുവേഷൻ ക്വസ്റ്റ്യൻസ് ഇൻ ദി എന്തില്ല, ഗാലപ്പ് വേൾഡ് പോൾ. അപ്പൊ ഗാലപ്പ് വേൾഡ് പോൾ നടത്തിയിട്ട് ഓരോ ഗ്രൗണ്ട് സർവേകൾ അല്ലെങ്കിൽ ആ ഒരു പോൾ പ്രകാരം ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിരുന്നു. സോ ആ ഒരു ക്വസ്റ്റ്യൻ പ്രകാരമാണ് ആ ഒരു റിപ്പോർട്ടിൽ നിന്നും കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പോളിൽ നിന്നും കിട്ടിയിട്ടുള്ള റിസൾട്ടിന്റെ പ്രകാരമാണ് നമ്മൾ ഈ ഇൻഡെക്സ് ഡിസ്കസ് ചെയ്യുന്നത്. വിച്ച് മെഷേഴ്സ് ഹൗ ഹാപ്പി സിറ്റിസൺസ് പെർസീവ് ദംസെൽസ് ടു ബി. അപ്പൊ എത്രത്തോളം ആ സിറ്റിസൺസ്, ഓരോ രാജ്യത്തെയും ഉള്ള സിറ്റിസൺസ് എത്രത്തോളം ഹാപ്പിയാണ് അല്ലെ, ഇൻ ടേംസ് ഓഫ് ഒത്തിരി കാര്യങ്ങളിൽ എത്രത്തോളം ഹാപ്പിയാണ് ആ രാജ്യത്ത് ജീവിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2023 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ ഫിൻലാൻഡ് ആണ് വരുന്നത്. അപ്പൊ ഐസ്ലാൻഡ് എന്തിനാ ടോപ്പ് ചെയ്ത്, ഏത് ഇൻഡെക്സിലാണ് ടോപ്പ് ചെയ്ത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്തെടുക്കുക. ഒന്നാമത്തെ പൊസിഷൻ ഫിൻലാൻഡ് ആണ്. റിമൈൻസ് ദി ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ഫോർ 6th year in a row. അപ്പൊ തുടർച്ചയായി 6 വർഷമായിട്ടും ഫിൻലാൻഡ് ആണ് ഈ ഒരു വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2023 ടോപ്പ് ചെയ്യുന്നത്. ഫിൻലാൻഡ് എന്ന് പറയുന്ന കൺട്രിയാണ്. അതേപോലെ സെക്കൻഡ് പൊസിഷൻ ഓഫ് ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, ഇസ്രായേൽ ആൻഡ് നെതർലാൻഡ്സ് ആർ ദി നെക്സ്റ്റ് ഹാപ്പിയസ്റ്റ് കൺട്രീസ്. ഓക്കെ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് പൊസിഷൻസ് പറയുന്നത്. ഫസ്റ്റ് ഫിൻലാൻഡ്, സെക്കൻഡ് ഡെൻമാർക്ക്, അതിനുശേഷം ഐസ്ലാൻഡ് വരുന്നു, അതിനുശേഷം ഇസ്രായേൽ ആൻഡ് ഓൾസോ നെതർലാൻഡ്സ് ആണ് ബാക്കി ആ ഒരു സീക്വൻസ് നമ്മൾ പറയുകയാണെങ്കിൽ വരുന്നത്. ഇനി ആ ടോപ്പ് 10 ആ ഒരു ആദ്യത്തെ 10 വേണമെന്നുള്ളവർക്ക് ഇത് എഴുതിയെടുക്കാം. ഏതൊക്കെയായിരുന്നു, ഫിൻലാൻഡ്, ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, ഇസ്രായേൽ, നെതർലാൻഡ്സ്. അതിനുശേഷം വരുന്നത് ഏതൊക്കെയാ, സ്വീഡൻ, നോർവേ,
സ്വിറ്റ്സർലാൻഡ് ആൻഡ് ഓൾസോ ലക്സംബർഗ് ആണ് വരുന്നത്. അപ്പൊ ആദ്യത്തെ 10 ടോപ്പ് 10 ആ പറഞ്ഞത്. അപ്പൊ ടോപ്പ് 10 ആവശ്യമുള്ളവർക്ക് അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി എന്താ, ഇനി ഇന്ത്യയുടെ പൊസിഷൻ നോക്കണ്ടേ? ഇന്ത്യയുടെ എവിടെയാ നമ്മുടെ കൺട്രി? ഇന്ത്യസ് പൊസിഷൻ ഇൻ ദി വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് ഹാസ് ഇംപ്രൂവ്ഡ് ഫ്രം 136 to 126. അപ്പൊ ഏകദേശം 10 പ്ലേസസ് മൂവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ റാങ്കിൽ നിന്ന് 126 പൊസിഷനിൽ നിന്നും 136 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ട്. ഇനിയോ റഷ്യ ആൻഡ് ഉക്രൈൻ ബോത്ത് കൺട്രീസ് റാങ്ക് ഹയർ ദാൻ ഇന്ത്യ ഇൻ ദി വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട്. അപ്പൊ ഇത്രയൊക്കെ വാറുകൾ നടക്കുന്നുണ്ടെങ്കിലും റഷ്യയും ഉക്രൈനും രണ്ട് കൺട്രീസും ഇന്ത്യയേക്കാൾ മുകളിലായിട്ടാണ് ആ ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ റിപ്പോർട്ട് പ്രകാരം ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ റഷ്യയുടെ റാങ്ക് 70ാമത്തെ. അപ്പൊ നിങ്ങൾ അതുകൂടി പഠിക്കുക. റഷ്യയുടെ റാങ്ക് 70ാമത്തെ ആണ്. അതുപോലെ ഉക്രൈന്റെ റാങ്ക് 92nd റാങ്ക് ആണ്. ഇന്ത്യയുടെ റാങ്കോ? ഇന്ത്യയുടെ 126 ആണ്. 126ലാണ് ഇന്ത്യ കിടക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പറയുന്നത് സിറ്റിസൺസ്, നമ്മുടെ ഇന്ത്യയിലെ സിറ്റിസൺസ് ഹാപ്പി അല്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 126th പൊസിഷനിലാണ് ഇന്ത്യ ഓക്യുപ്പൈ ചെയ്യുന്നത്. സോ ഇതോടുകൂടെ നമ്മുടെ ഇന്റർനാഷണൽ റിപ്പോർട്ട്സ് ആൻഡ് ഇൻഡെക്സ് ഇവിടെ അവസാനിക്കുകയാണ്. സോ ഇത് നമ്മുടെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാതെ 2-3 എക്സ്ട്രാ റിപ്പോർട്ടുകൾ കൂടി ഉണ്ട്. അത് നിങ്ങൾ ഹോംവർക്ക് എന്നുള്ള രീതിയിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ റിപ്പോർട്ട് എന്താണ്, അതിന്റെ റിലീസ് ചെയ്യുന്ന നോഡൽ ഏജൻസി ഏതാണ്, ഓർഗനൈസേഷൻസ് ഏതാണ്, അതുപോലെ ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 10 വരുന്ന കൺട്രീസ് ഏതാ, അവരുടെ ഗ്ലോബൽ സ്കോറുകൾ ഉണ്ടെങ്കിൽ ഗ്ലോബൽ സ്കോറുകൾ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്കോർ ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ സ്കോർ നോട്ട് ചെയ്യുക. തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഫൈൻഡിങ്സ് എന്താ, റിപ്പോർട്ട്സുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്യുക, റിവൈസ് ചെയ്യുക. സം അപ്പ് സീരീസ് 2023 കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അടുത്ത സെക്ഷനിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവരും ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ സെക്ഷൻസും നന്നായിട്ട് റിവൈസ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.